ശ്രീ മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുമായിട്ടുള്ള പാണ്ഡവന്മാരുടെ സംഭാഷണം. മാർക്കണ്ഡേയ മഹർഷി കഴിഞ്ഞുപോയ യുഗങ്ങളുടെ കഥയും വരാനിരിക്കുന്ന യുഗങ്ങളുടെ കഥയും പറയുന്നു. കലിയുഗത്തിൻ്റെ ക്രൗര്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധി കഥകളും തത്വങ്ങളും പറഞ്ഞ് അവരെ ഉത്ബുദ്ധരാക്കുന്ന ആ സന്ദർഭത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, മഹർഷേ, കലിയുഗത്തിൽ എല്ലാ ധർമ്മങ്ങളൊക്കെ സദാചാരമൊക്കെ തന്നെ നശിച്ചു കഴിഞ്ഞാൽ എന്താണ് ശേഷിക്കുക എന്ന് ചോദിച്ചു. മനുഷ്യരുടെ വീര്യം എന്താവും? മനുഷ്യരുടെ ആഹാരവും വസ്ത്രവും എങ്ങനെയായിരിക്കും? എങ്ങനെ ആകുമ്പോഴാണ് കൃതയുഗം വന്നു ചേരുക എന്നൊക്കെ ചോദിച്ചപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറയുന്നു, ഞാൻ പണ്ട് കേട്ടതും കണ്ടതുമായ കാര്യം അങ്ങയോട് പറയാം. കൃതയുഗം വരുന്നതോടുകൂടി ധർമ്മം ചതുഷ്പാദ് ആകും. അതായത് ധർമ്മത്തിന് 4 പാദങ്ങൾ ഉണ്ടാകും. ക്രമേണ ഓരോ യുഗത്തിലും ഓരോ പാദം ക്ഷയിച്ചു പോയിട്ട് കലിയുഗത്തിൽ ഒറ്റ പാദം മാത്രമായിട്ട് മാറും. എന്ന് വെച്ചാൽ ഇവിടെ പാദം എന്ന വാക്കിന് കാല് എന്ന അർത്ഥം വേണമെങ്കിൽ എടുക്കാം. ധർമ്മമാകുന്ന കാളയുടെ കാല് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഭാഗവതത്തിലും മറ്റും പറയുന്നുണ്ട്. മഹാഭാരതത്തിലും അതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. പക്ഷേ ഇതിനർത്ഥം നമ്മൾ എടുക്കേണ്ടത് 4/1 ഭാഗം, അതിനെ പാദം, കാൽഭാഗം എന്ന് പറയും. ധർമ്മത്തിൻ്റെ കാൽഭാഗം കുറയും ത്രേതായുഗത്തിൽ, വീണ്ടും കാൽഭാഗം കുറയും ദ്വാപരയുഗത്തിൽ, വീണ്ടും ഒരു കാൽഭാഗം കൂടി കലിയുഗത്തിൽ കുറയുമ്പോൾ ധർമ്മത്തിൻ്റെ കാൽഭാഗം മാത്രമേ, അതായത് 1/4 ഭാഗം മാത്രമേ കലിയുഗത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ കലിയുഗത്തിൽ കാൽഭാഗം ധർമ്മം ബാക്കിയാകും എന്ന ഒരു ശുഭസൂചനയും അത് നൽകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ഏതായിരിക്കും? ശാണി എന്ന ഒരു വസ്ത്രമായിരിക്കും. ശാണി എന്ന പദത്തിന് ഞാൻ നിഘണ്ടുവിലൊക്കെ തപ്പി പരതി നോക്കിയപ്പോൾ അർത്ഥം കിട്ടിയത്, ഏകദേശം ഒരു അർത്ഥം കിട്ടിയത് കീറിയ വസ്ത്രം എന്നാണ്. അത് നോക്കിയപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ തന്നെ കാശില്ലാഞ്ഞിട്ടല്ല, നല്ല കാശ് കൊടുത്തിട്ട് കീറിയ വസ്ത്രം വാങ്ങി ശരീരത്തിൻ്റെ അവിടെയുടെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഭക്ഷണം കോരദൂഷക എന്ന് പറയുന്ന ഒരു തരം അരി, ഒരു പ്രത്യേകതരം അരിയാണ്. അതായത് അതൊരു വില കുറഞ്ഞ, അതായത് ഒന്നിനും കൊള്ളാത്തൊരു അരിയാണ് എന്നാണ് അവിടെ സൂചന. എല്ലാവർക്കും ഭാര്യ തന്നെയായിരിക്കും സുഹൃത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഭാര്യയെ സുഹൃത്തായി കാണും എന്ന് പറയുന്നതാണ് എന്നാണ് ഇവിടെ വിവക്ഷയായിരിക്കുന്നത്. ആളുകൾ മത്സ്യത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നവരായിട്ട് തീരും കലിയുഗത്തിലും. പശുക്കളെ കിട്ടാതെ ആളുകൾ ആട്ടിൻപാൽ കഴിച്ചും ജീവിക്കും. ആളുകൾ അന്യോന്യം കൊല്ലുകയും കള്ളം പറയുകയും പിടിച്ചു പറിക്കുകയും ചെയ്യും. നദീതീരത്ത് കൂന്താലി മുതലായ ആയുധങ്ങളെടുത്ത് അവരെ കിളച്ച് മറിച്ച് കൃഷി ചെയ്യും. പലതും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അധികവും മുളക്കില്ല. മുളച്ച ചെടികളും അധികം ഫലവും തരില്ല, അല്പഫലം മാത്രം നൽകും. അച്ഛൻ മക്കളെ കൊല്ലും, മക്കൾ അച്ഛനെയും തല്ലിക്കൊല്ലും. മ്ലേച്ഛഭൂതം ജഗത്സർവം നിഷ്ക്രിയം യജ്ഞവർജിതം ഭവിഷ്യതി നിരാനന്ദം അനുത്സവമഥോ തഥാ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ലോകം മുഴുവനും മ്ലേച്ഛന്മാരുടെ കയ്യിൽ അകപ്പെടും. എന്ന് വെച്ചാൽ ലോകത്തിൽ ആളുകൾ മ്ലേച്ഛന്മാരായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ സ്വഭാവം കൊണ്ടും ആചാരം കൊണ്ടും മ്ലേച്ഛന്മാരായിട്ട് മാറുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാതാവുകയും യജ്ഞങ്ങൾ നടക്കാതാവുകയും അങ്ങനെ ലോകത്തിൽ ആനന്ദവും ഉത്സവവും ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന കാര്യമായിരിക്കാം. ഏതായാലും അത് വരാനിരിക്കുന്നത് ഭീകരമായ ഒരു കാലത്തിൻ്റെ മുഖമാണ് എന്നാണ് പറയുന്നത്. ഈ കലിയുഗത്തിൽ കന്യാദാനം ഉണ്ടാകില്ല. ആരും കന്യയെ യാചിക്കില്ല, കന്യയെ ആരും കൊടുക്കുകയുമില്ല. കന്യകമാർ സ്വേച്ഛാചാരികളായിട്ട് ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യുന്ന വ്യവസ്ഥ ഉണ്ടാകും. സ്ഥവിരാഹ ബാലമതയോ ബാലസ്ഥവിരബുദ്ധയ. വൃദ്ധന്മാരായ ആളുകൾ കുട്ടികളെപ്പോലെ ഒരു പക്വതയുമില്ലാതെ പെരുമാറുകയും കുട്ടികൾ പക്വതയുള്ളവരെ പോലെ സ്ഥവിരബുദ്ധികളായിട്ട് പെരുമാറുകയും ചെയ്യും. മനുഷ്യൻ്റെ പരമാവധി ആയുസ് 16 വയസ്സായിട്ട് മാറും. ഒടുവിൽ സൂര്യനും വ്യാഴവും ചന്ദ്രനും, ഈ 3 ഗ്രഹങ്ങളും പുഷ്യനക്ഷത്രത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ശുഭമായ കാര്യം നടക്കുക, അതായത് കൃതയുഗാരംഭം ഉണ്ടാവുക. ഈ 3 ഗ്രഹങ്ങളും പുഷ്യനക്ഷത്രം എന്ന് വെച്ചാൽ പൂയ നക്ഷത്രം, കർക്കടക രാശിയിലുള്ള ഒരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം. ഈ പൂയ നക്ഷത്രത്തിൽ, അതായത് കർക്കടക രാശിയിലാണ് വ്യാഴത്തിന് ഉച്ചസ്ഥിതി, ചന്ദ്രന് സ്വക്ഷേത്ര സ്ഥിതിയും ഉണ്ടാവുക. അതേ രാശിയിൽ ആ ഗ്രഹങ്ങളോട് ചേർന്ന് സൂര്യനും വരുന്ന സന്ദർഭത്തിലാണ്
ശുഭകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാവുക. ആ സമയത്ത് കൽക്കി വിഷ്ണുയശാനാമ ദ്വിജ കാലപ്രചോദിത ഉത്പത്സ്യതേ മഹാവീര്യം മഹാബുദ്ധിപരാക്രമ. അങ്ങനെ മഹാവീരനും മഹാപരാക്രമനുമായിട്ടുള്ള കൽക്കി എന്ന വിഷ്ണു യശസ് എന്ന കൽക്കി ജനിക്കും. അദ്ദേഹം ബ്രാഹ്മണനായിരിക്കും, ബ്രാഹ്മണ കുലത്തിലാണ് ജനിക്കുക. സംഭളഗ്രാമം എന്ന സ്ഥലത്തുള്ള ഒരു ബ്രാഹ്മണ കുലത്തിലാണ് അദ്ദേഹം ജനിക്കുക. ഇന്ന് ഉത്തർപ്രദേശിൽ സംഭാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ ചില പഴയ ക്ഷേത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ഗ്രാമം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സംഭള ഗ്രാമം എന്ന് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൽക്കി നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ വലിയ കിരീടവും ചെങ്കോലൊക്കെ എടുത്തിട്ടൊന്നുമല്ല, രാജാവല്ല, അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹം പക്ഷേ ബ്രാഹ്മണനാണെങ്കിലും ഉഗ്ര സ്വഭാവത്തോട് കൂടിയിട്ട് ദുഷ്ട നിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധമെടുക്കും. മനസ്സുകൊണ്ട് സ്മരിച്ച് സ്മരണ മാത്രം കൊണ്ട് അദ്ദേഹം ആയുധവും വാഹനവും കവചവും യോദ്ധാക്കളെയും ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഈ ദുഷ്ടാത്മാക്കൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുക. ക്ഷയാന്തകൃത് ഉദാരധീഹി എന്ന് പറഞ്ഞിരിക്കുന്നു. സകല ദുഷ്ടാത്മാക്കളെയും ക്ഷയിപ്പിക്കുന്ന നശിപ്പിച്ച് കളിക്കുന്നവനാണെങ്കിലും അദ്ദേഹം ഉദാരമനസ്കനുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആക്രമണം കൊണ്ട് മ്ലേച്ഛന്മാരൊക്കെ തന്നെ ചത്തൊടുങ്ങുകയും ആ മ്ലേച്ഛന്മാരുടെയും അസുരന്മാരുടെയും കരച്ചിൽ കൊണ്ട് ലോകം മുഴങ്ങും. ഹാ മാതസ്താത പുത്രേതി താസ്താവാചസുദാരുണ. അമ്മേ അച്ഛ എന്നൊക്കെ പുത്ര മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള അസുരന്മാരുടെ കരച്ചിലും നെട്ടോട്ടവും ലോകമെമ്പാടും മുഴങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ ആ അസുരനാശം ചെയ്യുന്നതോട് കൂടിയിട്ട് വീണ്ടും ഈ ലോകത്തിൽ തപസ്സും യാഗവും ധ്യാനവും ശക്തി പ്രാപിക്കുകയും ആളുകൾ അതിലേക്ക് മുഴുകുകയും ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടാവുകയും സദാചാര തൽപരന്മാരായിട്ട് ആളുകൾ മാറുകയും ചെയ്യുന്നതാണ് യുധിഷ്ഠിര കൃതയുഗം. അതുകൊണ്ടല്ലേ രാജാവേ, അങ്ങ് ധർമ്മത്തിലുള്ള ശ്രദ്ധ വയ്ക്കൂ. ധർമാത്മാവായ ആളുകൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, മഹാത്മാവേ, ഏതു തരം ധർമ്മമാണ് ഞാൻ ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരൂ. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ദയാവാൻ സർവഭൂതേഷു ഹിതോ രക്തോ നസൂയക സത്യവാദീ മൃദുർദാന്ത പ്രജാനാം രക്ഷണേ രതാഃ വരധർമ്മം ത്യജാധർമ്മം പിതൃൻ ദേവാംശ്ച പൂജയ. സർവചരാചരങ്ങളോടും സകല ജീവജാലങ്ങളോടും ദയയുള്ളവനായിരിക്കുക. പരമധർമ്മം അതുതന്നെയാണ്. ഹിതഃ രക്തഃ അനസൂയകഃ. എല്ലാ ജന്തുക്കളോടും ഹിത പെരുമാറുക, അവരിൽ രാഗം, അവരോട് സ്നേഹമുണ്ടാവുക, ആരോടും അസൂയ ഇല്ലാതിരിക്കുക, സത്യം പറയുക, മൃദുവായിട്ട് പെരുമാറുക, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുക, പ്രജകളെ രക്ഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക. ധർമ്മത്തെ വരധർമ്മം ത്യജാധർമ്മം, അതൊരു മഹത്വാക്യമാണ്. ധർമ്മത്തെ സ്വീകരിക്കുക, അധർമ്മത്തെ ത്യജിക്കുക, പിതൃക്കളെയും ദേവന്മാരെയും പൂജിക്കുക. പ്രമാദാത് യത്കൃതം തേ ഭൂത് സമ്യക് ദാനേന താൻ തജ്ജയ. പ്രമാദാത് യത്കൃതം തേ ഭൂത് സമ്യക് ദാനേന തജ്ജയ. അലം തേ മാനമാശ്രിത്യ സതതം പരവാൻ ഭവ. അങ്ങ് പ്രമാദം കൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങൾ, എന്തെങ്കിലും തകരാറുകൾ, എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട്, എന്തെങ്കിലും അനവധാനത കൊണ്ട് എന്തെങ്കിലും കുറവുകൾ, കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സമ്യക്കാട് നേരായ രീതിയിലുള്ള ദാനം കൊണ്ട് ആ പാപത്തെ ജയിക്കാൻ സാധിക്കും. യുധിഷ്ഠിര മഹാരാജാവ് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദാനം ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കണം, അതിന് പരിഹാരം ചെയ്യാൻ സാധിക്കും. അദ്ദേഹം ധാരാളം ദാനം ചെയ്തു. ഈ വനവാസകാലത്ത് ധാരാളം ദാനം ചെയ്തു, ധാരാളം തീർത്ഥങ്ങളെ സേവിച്ചു, ധാരാളം സജ്ജനങ്ങളുമായിട്ട് സംവദിച്ചു, സൽക്കഥകൾ കേട്ടു. അങ്ങനെ എത്രയോ പുണ്യം ഈ 12 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും പാപകർമ്മം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി അത് ഉറപ്പിച്ച് പറയുകയാണ്, വിജിത്യ പൃഥിവീം സർവാം മോദമാന സുഖീ ഭവാം ഏഷ ഭൂതോ ഭവിഷ്യശ്ച ധർമ്മസ്തേ സമുദീരിത. അങ്ങ് അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് ലോകത്തെ ജയിച്ചിട്ട്, മുഴുവൻ ഭൂമിയെയും ജയിച്ചിട്ട് സന്തോഷത്തോടെ സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. ഇതുതന്നെയാണ് അങ്ങയുടെ ഭൂതകാലവും ഭാവി കാലവും ഞാൻ അങ്ങയിൽ കാണുന്നത്. അങ്ങക്ക് ഇതെല്ലാം അറിയാം. എല്ലാം അറിയുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ്, അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. വിദ്വാൻമാരായ ആളുകൾക്കും എല്ലാം അറിയുന്ന ആളുകൾക്കും കാലത്തിൻ്റെ ഗതി കൊണ്ട് ചില പീഡകൾ, ദുഃഖങ്ങൾ വന്നു ചേരും. ഇന്നുണ്ടായിരിക്കുന്ന ദുഃഖം കാലം കൊണ്ടുണ്ടായതാണ്, അതിൽ വിഷമിക്കേണ്ടതില്ല. അങ്ങക്ക് എല്ലാ സുഖവും കൈവരും. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ ശ്രുതിമനോഹരമായ വാക്കുകൾ വളരെ സന്തോഷം നൽകുന്നു. ഞാൻ യഥാശക്തി അങ്ങ് പറഞ്ഞതുപോലെ അനുഷ്ഠിച്ചു കൊള്ളാം എന്നും പറഞ്ഞു. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷിയുടെ ഉപദേശം തീർന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം
നിരവധി കാര്യങ്ങൾ പറഞ്ഞു. തുടർന്നുള്ള ഉപദേശങ്ങൾ കൂടുതലും കഥകളൊക്കെ നാടോടി കഥകളും ചില കഥകളിൽ ചില മഹത്തായ തത്വങ്ങളുണ്ട്, ചിലത് ആ കാലികമായുള്ള പ്രസക്തി മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ ചില കഥകൾ നമുക്ക് തോന്നും അതൊക്കെ സംഭാവ്യങ്ങളാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഉള്ള ഈ നാടോടി കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ കഥകളൊക്കെ തന്നെ ഗദ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നതും അതിൻ്റെ ഒരു സവിശേഷതയാണ്. ശ്രീമദ് ഭാഗവതത്തിലും മറ്റ് ചില പുരാണങ്ങളിലൊക്കെ ചില ഭാഗങ്ങൾ ഗദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രീ മഹാഭാരതത്തിലും വനപർവ്വത്തിലെ ഈ ഭാഗങ്ങൾ ഗദ്യരൂപത്തിൽ മനോഹരമായ സാഹിത്യസുന്ദരമായ ഭാഷയിൽ ആണ് ഈ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 192 അധ്യായം മുതൽക്കാണ് ഗദ്യത്തിൽ കാണുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, മഹാത്മാവെ ഇനിയും ബ്രാഹ്മണരുടെ മഹത്വം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മാർക്കണ്ഡേയൻ പറഞ്ഞു, ശ്രൂയതാം ബ്രാഹ്മണാനാം ചരിതം, ബ്രാഹ്മണരുടെ ചരിതം കേട്ടാലും എന്ന് ഗദ്യത്തിൽ പറയുകയാണ്. അയോധ്യായാം ഇക്ഷ്വാകുകുലോദ്വഹ പാർത്ഥിവ പരീക്ഷിന്നാമ മർഗ്യാമഗമത്. അയോധ്യയിൽ കുലത്തിൽ ജനിച്ചവനായ പരീക്ഷത്ത് എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം നായാട്ട് നടത്താൻ വേണ്ടി കാട്ടിൽ ചെന്നു. കുതിരപ്പുറത്ത് മാനിൻ്റെ പുറകെ ദീർഘദൂരം സഞ്ചരിച്ച് ക്ഷീണിച്ച് ഗഹനമായ മനോഹരമായ ഒരു നീലവർണ്ണമുള്ള വനത്തിൽ, അതായത് അതിൻ്റെ ആ കാടിൻ്റെ ആ ഇരുട്ട് കൊണ്ടാണ് നീലനിറം വന്നിരിക്കുന്നത്. മനോഹരമായൊരു സരസ് കണ്ടു. ആ സരസിൽ അദ്ദേഹം മുങ്ങി കുളിച്ച് ദാഹം തീർത്ത് അല്പം വിശ്രമിച്ചപ്പോൾ മധുരമായൊരു ഗാനം കേട്ടു. ഇത് മനുഷ്യൻ്റെ ശബ്ദമാണല്ലോ, ഇവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത് എന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ പുഷ്പങ്ങൾ ഇറുത്ത് പറിച്ച് മാലകളൊക്കെ കോർത്ത് നടക്കുന്ന പരമരൂപദർശനീയയായ ഒരു സുന്ദരിയെ അദ്ദേഹം കണ്ടെത്തി. ആ സുന്ദരിയോട് അടുത്ത് നിന്ന് ചോദിച്ചു, കസ്യാസി ഭദ്രേ കാവാത്വം, നീ ആരുടെ പത്നിയാണ്, നീ ആരുടെ മകളാണ്, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ സുന്ദരി പറഞ്ഞു, രാജാവേ, അങ്ങക്ക് എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളോട് കൂടി എന്നെ വിവാഹം ചെയ്തോളൂ, എന്നെ നേടിക്കോളൂ. എന്താണ് വ്യവസ്ഥ? എനിക്ക് ജലം കണ്ടുകൂടാ, വെള്ളം കണ്ടാൽ അത് എനിക്ക് വിരോധമാണ്. വെള്ളം കാണാതെ എന്നെ സംരക്ഷിക്കാമെങ്കിൽ എന്ന് വെച്ചാൽ കുളിക്കാൻ പറ്റില്ല, പല്ലേക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക സുന്ദരിയാണ്, സവിശേഷമായ സ്വഭാവമുള്ള സുന്ദരിയാണ് അദ്ദേഹം കണ്ടത്. ശരിയെന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു. അവളെ വിവാഹം ചെയ്തു. കാട്ടിൽ തന്നെ സുഖവാസം തുടങ്ങി. സേനാനികൾ ഇദ്ദേഹത്തെ നായാട്ടിന് വന്ന രാജാവിനെ അന്വേഷിച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒടുവിൽ ഈ ഇവർ വിഹരിക്കുന്നതായ ആ ഭാഗത്തെ സൈന്യങ്ങൾ ചേർന്ന് വന്ന് വളഞ്ഞു നിന്നു. ഒടുവിൽ രാജാവിനെ അനുനയിപ്പിച്ച് ഈ വിവാഹിതയായ ഈ സുന്ദരിയോടൊപ്പം രാജാവിനെ പല്ലക്കിലേറ്റി അവർ കൊട്ടാരത്തേക്ക് കൊണ്ടുപോയി. കൊട്ടാരത്തിലും രാജാവ് ഈ സുന്ദരിയോടൊപ്പം സ്വൈരവിഹാരം രഹസ്യമായ സ്ഥലത്ത് സ്വൈരവിഹാരം ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ധാരാളം സ്ത്രീകൾ ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. മന്ത്രിപ്രവരനായ മന്ത്രിമുഖ്യൻ ചെന്ന് ഈ സ്ത്രീകളോട് ചോദിച്ചു, അല്ലയോ സ്ത്രീകളെ, നിങ്ങളെന്താണ് ഇങ്ങനെ ഇവിടെ ചുറ്റും നിൽക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു, ഈ വിഹാരഭൂമിയിലേക്ക് ഒരു തരത്തിലും വെള്ളത്തിന് ഒരു തുള്ളി പോലും കടക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. മന്ത്രിക്ക് കാര്യം മനസ്സിലായി. മന്ത്രി ഉടനെ തന്നെ തൻ്റെ കിങ്കരന്മാരോട് ആജ്ഞ കൊടുത്തിട്ട് അദ്ദേഹം മനോഹരമായ ഒരു ഉദ്യാനമുണ്ടാക്കി. ആ ഉദ്യാനത്തിൽ ധാരാളം മനോഹരമായ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് കൃത്രിമമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാജാവിനെ വിഹരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ഒരു ജലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു കിണർ കുഴിച്ച് ആ കിണർ എന്ത് ചെയ്തു? കുളമാണ്, വാവി, ഒരു ചെറിയ തടാകമാണ്. ആ തടാകം കാട്ടുപൂക്കളെ കൊണ്ടും വള്ളികളെ കൊണ്ടും മൂടിയ രീതിയിലാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല. വെള്ളം കോരി ചെടികൾക്ക് നനയ്ക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് രാജാവിനെയും ഈ പുതിയ റാണിയെയും അങ്ങോട്ട് വിഹരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. ഒരു ദിവസം ഈ റാണിയുമായിട്ട് ദീർഘനേരം വിഹാരം ചെയ്ത രാജാവ് ക്ഷീണിച്ച് വളഞ്ഞ് ദാഹിച്ച് വെള്ളമന്വേഷിച്ച് ചെന്നപ്പോൾ ഈ വള്ളിയിൽ മൂടി നിൽക്കുന്ന വാവി കാണുകയും വാവി കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷീണം കൊണ്ട് ദാഹം കൊണ്ട് റാണിയുടെ ഈ വ്യവസ്ഥ അദ്ദേഹത്തിന് ഓർമ്മയില്ല. തൻ്റെ റാണിയോട്, ഈ സുന്ദരിയോട് പറഞ്ഞു, നമുക്ക് ഈ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു. ഭാര്യയോട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഭാര്യയായ ഈ സുന്ദരി എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങിയെങ്കിലും അവൾ പിന്നീട് പൊങ്ങിയില്ല. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. രാജാവ് റാണിയെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് വിളിച്ച് കരഞ്ഞു, പുറത്തേക്ക് പൊങ്ങി വന്നില്ല. ഒടുവിൽ രാജാവ് തൻ്റെ പത്നിയെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുളം മുഴുവൻ വറ്റിച്ചു കളഞ്ഞപ്പോൾ ഒന്നും അവിടെ കണ്ടില്ല. അവിടെ കണ്ടത് അതിനകത്തൊരു പൊത്തുണ്ടായിരുന്നു, മാളമുണ്ടായിരുന്നു. ആ മാളത്തിൽ കയറ്റി നോക്കിയപ്പോൾ കുറച്ച് തവളകളെ കണ്ടു. തവളകളെയൊക്കെ തല്ലിക്കൊന്നു. രാജാവ് പറഞ്ഞു, ഈ കുളത്തിലുണ്ടായ ഏതോ തവളയാണ് എൻ്റെ
ഭാര്യയെ ഭക്ഷിച്ചത്. അതുകൊണ്ട് ലോകത്തിലുള്ള സകല തവളകളെയും പിടിച്ച് കൊന്നുകളയണമെന്ന് ആജ്ഞ കൊടുത്തു. അങ്ങനെ തവളകളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തവളകളുടെ രാജാവ്, മണ്ഡൂക രാജാവ് എന്ന് പറയുന്ന ആ തവളകളുടെ രാജാവ് ഒരു മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് രാജാവിൻ്റെ മുന്നിൽ വന്ന്, രാജാവേ അരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഒരു തവള ഭീമാകാരനായ ഒരു തവള ഭക്ഷിച്ചത് കൊണ്ട് ഞാൻ തവളകളെ കൊന്ന് മുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മണ്ഡൂകം എന്ന് വെച്ചാൽ തവള എന്നാണ് അർത്ഥം. മണ്ഡൂക രാജാവ് പറഞ്ഞു, രാജാവേ അങ്ങയുടെ പത്നി വാസ്തവത്തിൽ എൻ്റെ മകളാണ്, അവൾ മനുഷ്യസ്ത്രീ അല്ല, എൻ്റെ മകളാണ്. അവൾ ഇങ്ങനെ മനുഷ്യരൂപം ധരിച്ച് മുമ്പും പല രാജാക്കന്മാരെയും കബളിപ്പിച്ചിട്ടുണ്ട്, അങ്ങയെയും കബളിപ്പിച്ചു എന്നറിയുന്നു, അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൻ്റെ മകളെ വിളിച്ചു, മണ്ഡൂകി ആയിരിക്കുന്ന ആ രാജകുമാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിരവധി പുരുഷന്മാരെ ഇങ്ങനെ വഞ്ചിച്ചു, ഈ രാജാവിനെയും വഞ്ചിച്ചത് കൊണ്ട് നിനക്കുണ്ടാകുന്ന മക്കൾ മഹാദുർബുദ്ധികളായി തീരട്ടെ എന്നൊരു ശാപം കൊടുത്തിട്ട് ഈ തൻ്റെ മകളെ രാജാവിനെ തന്നെ തിരിച്ചേൽപ്പിച്ചു. രാജാവ് മറ്റൊന്നും ആലോചിച്ചില്ല, വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ പത്നി തിരിച്ചു കിട്ടിയ സന്തോഷത്തോടു കൂടി അവളുടെ കൂടെ വീണ്ടും ദീർഘകാലം രമിച്ചു കഴിഞ്ഞു. അവർക്ക് 3 മക്കളുണ്ടായി, ശലൻ, ദലൻ, ബലൻ. 3 മക്കളുണ്ടായി. ദുർബുദ്ധികളാണ്, അങ്ങനെയാണ് ശാപം. അങ്ങനെ മക്കൾ പ്രായം വന്നപ്പോൾ രാജാവ് തപസ്സിന് പോയി. ശലൻ രാജാവായിട്ട് അദ്ദേഹം നായാട്ട് നടത്താൻ വേണ്ടി കാട്ടിൽ ചെന്നപ്പോൾ ഒരു മാനിൻ്റെ പിറകെ ദീർഘദൂരം ഓടി ക്ഷീണിച്ച് പിടിക്കാൻ സാധിച്ചില്ല. സാരഥിയോട് പറഞ്ഞു, വേഗം ചെല്ല് എന്ന് പറഞ്ഞിട്ടും സാരഥി പറഞ്ഞു, വാമ്യന്മാരായ കുതിരകൾ ഉണ്ടെങ്കിൽ മൃഗത്തെ പിടിക്കാമായിരുന്നു, മാനിനെ പിടിക്കാൻ പറ്റുമായിരുന്നു രാജാവേ എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചു, ആരാണ് ആ വാമ്യന്മാർ? സാരഥി പറഞ്ഞു, അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എന്നെ കൊന്നുകളി, ഇപ്പം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ സാരഥി ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് സാരഥി പറഞ്ഞു, രാജാവേ അത് വാമദേവൻ എന്ന മഹർഷിയുടെ കയ്യിലുള്ള 2 കുതിരകളാണ്, അതുകൊണ്ടാണ് അവയെ വാമ്യന്മാർ എന്ന് പറയുന്നത്. അതിവേഗത്തിലോടുന്ന ആ കുതിരകളെ കിട്ടിയാൽ അങ്ങക്ക് ഈ മാനിനെ വേട്ടയാടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. രാജാവ് ഉടനെ തന്നെ സാരഥിയും കൂട്ടി വാമദേവ മഹർഷിയുടെ അടുത്ത് ചെന്നു. അയോധ്യ രാജ്യത്ത് പിൽക്കാലത്ത് ദശരഥ മഹാരാജാവിൻ്റെ ഋത്വിക്കായിരുന്നു, പുരോഹിതനായിരുന്നു വാമദേവ മഹർഷിയും അതുപോലെ വസിഷ്ഠനൊക്കെ തന്നെ. ആ വാമദേവ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് യാചിച്ചു, മഹർഷിയെ ഈ കുതിരകൾ എനിക്ക് തരണം, ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, കാര്യം കഴിഞ്ഞാൽ കുതിരകൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. രാജാവ് ശരി എന്ന് പറഞ്ഞ് ഈ കുതിരകളെ കൊണ്ടുപോയി വേട്ടയാടി മാനിനെ പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കുതിരകൾ തിരിച്ചു കൊടുത്തില്ല. തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് വാമദേവ മഹർഷി തൻ്റെ ശിഷ്യനെ പറഞ്ഞയച്ചു. ശിഷ്യനോട് രാജാവ് പറഞ്ഞു, മഹർഷിക്ക് കുതിരയുടെ ആവശ്യമൊന്നുമില്ല, മഹർഷിമാർക്ക് പശുവൊക്കെ മതി. തിരിച്ചയച്ചു. ശിഷ്യൻ തിരിച്ചു വന്നപ്പോൾ വാമദേവ മഹർഷി തന്നെ നേരിട്ട് കൊട്ടാരത്ത് ചെന്ന് രാജാവിനോട് കുതിരയെ തിരിച്ചു വരാൻ പറഞ്ഞപ്പോഴും രാജാവ് പറഞ്ഞു, മഹർഷിക്ക് എന്തിനാണ് കുതിര? രാജാവിനല്ലേ വേഗത്തിൽ സഞ്ചരിക്കേണ്ടത്, അങ്ങ് ഇപ്പോൾ സഞ്ചരിക്കുന്ന കാളവണ്ടിയൊക്കെ തന്നെ പോരെ. കാളവണ്ടിക്ക് നല്ല കാളകളില്ലെങ്കിൽ ഞാൻ ധാരാളം കാളകളെ തരാം, അല്ലെങ്കിൽ ശക്തരായ കഴുതകളെ തരാം, പോത്തുകളെ തരാം, അങ്ങ് വണ്ടിയിൽ കെട്ടിയിട്ട് യാത്ര ചെയ്തോളൂ. കുതിര ബ്രാഹ്മണന് ആവശ്യമില്ല. വാമദേവൻ ഒടുവിൽ കുറേ വാദിച്ച ശേഷം വാമദേവൻ പറഞ്ഞു, ഞാൻ അങ്ങയെ ശപിക്കാൻ പോവുകയാണ്, ഒരു രാക്ഷസന്മാർ വന്ന് അങ്ങയെ 4 തുണ്ടമായി വെട്ടി നുറുക്കി കൊന്നുകളയും കുതിരയെ തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു. വാമദേവനെ അദ്ദേഹം വീണ്ടും കളിയാക്കുകയും ധിക്കരിക്കുകയും ചെയ്തപ്പോൾ മഹർഷിയുടെ ശാപം കൊണ്ട് രാക്ഷസന്മാരുണ്ടായി. ആ രാക്ഷസന്മാർ ഈ ശലരാജാവിനെ എന്താക്കി, തുണ്ടമായി വെട്ടിയെറിഞ്ഞ് കൊന്നുകളഞ്ഞു. മഹർഷി പോയി. സഹോദരനായ ദലൻ രാജാവായപ്പോൾ വീണ്ടും വാമദേവ മഹർഷി വന്നിട്ട് കുതിരകളെ ചോദിച്ചു. ദലൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, വിഷം പുരട്ടിയ അമ്പ് ചെയ്തിട്ട് ഈ മഹർഷിയെ കൊല്ലൂ എന്ന് പറഞ്ഞു. ആ ഭൃത്യന്മാർ വിഷം പുരട്ടിയ അമ്പ് കൊണ്ടുവന്നു. അത് തൊടുത്തപ്പോൾ വാമദേവൻ പറഞ്ഞു, ഈ അമ്പുകൾ അങ്ങയുടെ ഏക മകനെ തന്നെ വധിക്കുമെന്ന് പറഞ്ഞു. മഹർഷിയുടെ നേരെ ഏതായ അമ്പുകൾ അന്തപ്പുറത്ത് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളയുക. 10 വയസ്സുള്ള മകനെ ആ ശരം അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ടും രാജാവിന് ക്രോധം ശമിച്ചില്ല. വീണ്ടും അമ്പ് തൊടുത്തപ്പോൾ മഹർഷി പറഞ്ഞു, ഈ അമ്പ് നിനക്ക് തുടക്കാൻ സാധിക്കാതെ പോകട്ടെ. രാജാവിൻ്റെ കൈയും അമ്പുകളും വില്ലും ഒന്നും അനക്കാൻ പറ്റാതെയായി. രാജാവ് അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, വാമദേവന് ശക്തി മനസ്സിലായി. വാമദേവൻ ആയുഷ്മാനായിട്ടിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു.
എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. വാമദേവൻ പറഞ്ഞു, അങ്ങയുടെ മഹിഷിയെ റാണിയെ സ്പർശിച്ചാൽ ശാപമുക്തനാകുമെന്ന് പറഞ്ഞു. റാണിയെ സ്പർശിച്ചു, ശാപമുക്തനായി. അപ്പോൾ ആ രാജമഹിഷി വന്നിട്ട് പറഞ്ഞു, മഹർഷിയെ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഇദ്ദേഹം അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, ക്രൂരനായിട്ട് തന്നെ വർത്തിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ വാമദേവൻ പറഞ്ഞു, മകളെ, നിനക്ക് നന്മ വരും, നീ ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാജപുത്രി, ഭർത്താവ് മുക്തനാകണം, സപുത്രബാന്ധവം മംഗളമുണ്ടാകണം, പുത്രന്മാർക്ക് മംഗളമുണ്ടാകണം, ഭർത്താവിന് മംഗളമുണ്ടാകണം, ശാപമുക്തനാകണം എന്ന് വരം ആവശ്യപ്പെട്ടു. മഹർഷിയെ തഥാസ്തു എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ശാപമുക്തനായി കുതിരയെ വിട്ടു നൽകുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഹ്മണൻ്റെ തപശക്തിയുടെ കഥ പറയാനാണ് ഈ ഒരു കഥ ഇവിടെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞത്. ഇനിയും നിരവധി ഇത്തരം കഥകൾ, ചെറിയ ചെറിയ കഥകൾ നിരവധിയായിട്ട് നിരന്നു കിടക്കുന്നു. അതിൽ ചില കഥകൾ വളരെ മഹത്താർന്ന കഥകളാണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം.